ഹാലേലു. ജോഷിയുടെ പുസ്തകം എടുത്തോ. ഹാലേലു 1-ാം അധ്യായം. അല്ല പറക ഷാന പറക ഷീപമാനറികന പറക. 1 തുടങ്ങി 9 വരെ തന്നെ വായിച്ചു. നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള ഭാഗമാണെങ്കിലും ആ ഭാഗം തന്നെ ഒരിക്കൽ കൂടി യോശുവ യോശുവ 1-ാം അധ്യായം 1 തുടങ്ങി 9 വരെ. യഹോവയുടെ ദാസനായ മോശയുടെ മനുശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷനായ യോശുവയോട് അരുളി ചെയ്തത്: എന്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവീൻ. നിങ്ങളുടെ ഉള്ളം കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മരുഭൂമിയും ഈ ലെബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശം ഒക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്ക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി ഭാഗിക്കും. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചുള്ള ന്യായപ്രമാണം ഒക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്ക. ചെല്ലുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കേണ്ടതിന് ഇത് വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്ക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ആമേൻ. സ്തോത്രം. ഹാലേലൂയ. ഇവിടെ ജോഷുവയ്ക്ക് ദൈവം കൊടുക്കുന്ന വലിയൊരു പ്രോമിസ് ആണ് ഇവിടെ. ഹാലേലൂയ. ആമേൻ. സ്തോത്രം. അത് ആദ്യം തുടങ്ങി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ ഉള്ളം കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെ ഞാൻ മോശയെ കയറ്റി നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഹാലേലൂയ. അപ്പൊ അതുപോലെ നമ്മളുടെ ദൈവം പറഞ്ഞു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കുമെന്നല്ല, ഇവിടെ തരുമെന്നല്ല, തന്നിരിക്കുന്നു. ഹാലേലൂയ. എന്നിട്ട് ജോഷയോട് പറയുന്ന അടുത്തത്: നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയുടെ കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വായിക്കും. ആമേൻ. ഹാലേലൂയ. അപ്പൊ അടുത്ത് പറയുന്നത് ദൈവം പറയുന്നത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. ഹാലേലൂയ. അപ്പൊ നിന്നോട് നേരെ ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കുകയില്ല. ഹാലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ നിന്ന് പോകുമ്പോ പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയിട്ട് കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും. ഹാലേലൂയ. അപ്പം നിങ്ങൾ ഞാൻ ചെയ്താലും അധികം നിങ്ങൾ ചെയ്യും. ഹാലേലൂയ. ഈ ലോകത്തുള്ള സകല ഹാലേലൂയ അന്ധകാര ശക്തികളാണെങ്കിലും ഈ ലോകത്തുള്ളതാണ് സ്വർലോക ശക്തി എല്ലാം യേശുക്രിസ്തുവിന് കീഴിലായിരിക്കുന്ന പോലെ അത് നമ്മുടെ കാൽക്കീഴ് നമ്മളെ സഭയായ ശരീരത്തിൽ തന്നിരിക്കുന്നു. അപ്പൊ എല്ലാ അധികാരവും നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഹാലേലൂയ. അതുപോലെ ഇവിടെ ജോഷിയോട് പറയുന്ന പോലെ തന്നെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പരാജയമല്ല. ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കുകയില്ലെന്ന് പറഞ്ഞാൽ നമ്മളോട് പറയുമ്പോൾ മനുഷ്യൻ മാത്രമല്ല, ഹാലേലൂയ, ഒന്നും ഒരു അന്ധകാര മണ്ഡലമായിട്ട് ഒന്നും നമ്മുടെ നേരെ നിൽക്കുകയില്ല. ഹാലേലൂയ. ഇതാണ് ദൈവത്തിന്റെ പ്രോമിസ്. ഹാലേലൂയ. അപ്പം ജോഷുവായ്ക്ക് കൊടുത്തതും ഒരു പ്രോമിസ് ദൈവത്തൊന്ന് തന്നിരിക്കുകയാണ്. സകല കാനാൻ ദേശം അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഉള്ളം കാഴ്ച അവിടുന്നിടക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇതേപോലെ തന്നെ നമുക്കും സകലം തന്നിരിക്കുന്നു. ഹാലേലൂയ. അതുപോലെ തന്നെ ഒന്നും നമ്മുടെ നേരെ നിൽക്കാൻ പറ്റത്തില്ല. വരുത്തില്ല എന്നല്ല, ശത്രുക്കൾ വരുത്തില്ല എന്നല്ല, യുദ്ധമില്ല എന്നല്ല, നമുക്ക് എതിരാളികൾ ഇല്ല എന്നല്ല. പക്ഷെ അവിടെയൊക്കെ നമ്മുടെ നേരെ നിൽക്കാൻ കഴിയത്തില്ല. കാരണം ജയാളിയായ ക്രിസ്തു നമ്മളിലുണ്ട്. ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നമ്മളിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. കാരണം ദൈവം നമ്മോട് കൂടെയുള്ളത് കൊണ്ട്. ഹല്ലേലൂയ. അടുത്ത ഹല്ലേലൂയ ദൈവം പറഞ്ഞ് ഈ 2 പ്രോമിസ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അടുത്ത മൂന്നാമത് ഈ പ്രോമിസിലേക്ക് ഹല്ലേലൂയ ജയത്തോടു കൂടി ദൈവം പറഞ്ഞതുപോലെ നമ്മൾ നടക്കണമെങ്കിൽ, നമ്മൾ അത് അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നും കൂടെ പറയുന്ന അതിലൊരു ടെക്നിക്കും കൂടെ ദൈവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ് അടുത്ത പറയുന്നത് വെച്ച് കഴിഞ്ഞാല്
എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണം ഒക്കെയും അനുസരിച്ച് നടക്കേണ്ടത് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കേണ്ടത്, അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തുള്ള നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അത് എഴുതിയിരിക്കുന്നത് പോലൊക്കെയും പ്രമാണിച്ച് നടക്കാൻ നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. ഇവിടെയാണ് നമുക്ക് പരാജയം പറ്റുന്നത്. ഹല്ലേലൂയ. ആമേൻ. രണ്ട് പ്രോമിസുകളിൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ വലിയ രണ്ട് പ്രോമിസുകളും ദൈവത്തിന്റെ വലിയ നന്മകളും എല്ലാം നമ്മുടെ മേൽ നിൽപ്പുണ്ട്. പക്ഷേ അതിന് വേണ്ടുന്ന സീക്രട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയെല്ലാം നമുക്കത് ജയത്തോടെ നിൽക്കണമെന്ന് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇവിടെ പറയുന്ന മോശ നിന്നോട് പറഞ്ഞതൊക്കെ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളതൊക്കെ നീ പ്രമാണിക്കണം, അല്ലേ? അതൊക്കെ അനുസരിച്ച് നടക്കണം. അത് വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറുക. അപ്പൊ ആദ്യത്തത് അത് എന്റെ ദാസനെ മോശം കൽപ്പിച്ച് ന്യായപ്രമാണം ഒക്കെ അനുസരിച്ച് നടക്കേണ്ടത് നല്ല ഉറപ്പ്. അപ്പൊ ഇത് അനുസരിച്ച് നടക്കണമെങ്കിൽ നമ്മൾ നല്ല ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം, അല്ലെ? ദൈവത്തിന്റെ വചനം പ്രമാണിക്കണിച്ച് ഉറപ്പും ധൈര്യമൊക്കെ വേണ്ടേ? ഒരാളെ നമ്മളൊരു കാര്യം നോ, ഇതെനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് ദൈവത്തിന്റെ വചനത്തിന് വിപരീതമാണ്, അല്ലെ ഇത് നിങ്ങൾ ചെയ്യരുത്, ഇത് അങ്ങനെയാണ് എന്ന് പറയണമെങ്കിൽ നല്ല ഉറപ്പും ധൈര്യം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അപ്പുറത്തും അല്ല ഇപ്പുറത്തും അല്ല എന്ന കാര്യത്തിൽ നമ്മൾ നിൽക്കും. ഹാലയിലെ കാരണം വെച്ചാൽ ഹാലയിലെ അവിടെയാകാം ഇവിടെയാകാം അങ്ങനെയാകാം ഇങ്ങനെ, കാരണം നമുക്ക് ഉറപ്പില്ല, നമുക്ക് ധൈര്യമില്ല പറയാനായിട്ട്. അപ്പം ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വചനം പ്രമാണിക്കണമെങ്കിൽ നല്ല ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. നമ്മളെപ്പോഴും പറയും, ജോഷിയോട് പറയും നീ നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഉറപ്പും ധൈര്യമുള്ള. എന്തിനാ ഉറപ്പും ധൈര്യം വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാനല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. ന്യായപ്രമാണ പുസ്തകത്തിലുള്ള പാലിക്കാണ് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. നമ്മൾ പലർക്കും ഇല്ലാത്തതാണ്. നമ്മുടെ വീട്ടിലുള്ളവരും മറ്റുള്ളവരും ഒക്കെ നിന്ന് നമ്മുടെ ചുറ്റുപാട് നിന്ന് ഓരോ കാര്യം പറയുമ്പോൾ അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ് എന്ന്, ഇങ്ങനെ ഞാൻ ചെയ്യത്തുള്ളൂ എന്നും പറയാനായിട്ട് നമുക്ക് ഇന്ന് ധൈര്യം വന്നിട്ടില്ല. പലയിടത്തും നോ പറയേണ്ടിടത്ത് നോ പറയണം. ഹല്ലേലൂയ. ആ നോ പറഞ്ഞ പലതും നഷ്ടപ്പെടും. നമുക്ക് ലഭിക്കേണ്ടുന്ന പല ലോകപരമായിട്ട് പല നന്മകളും നമ്മുടെ കയ്യിൽ കിട്ടാതെ പോകും. കാരണം വെച്ചാൽ എനിക്കിത് പറ്റത്തില്ല, ഞാനിത് ചെയ്യത്തില്ല, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല. നമ്മുടെ ജോലി പോലും നമുക്ക് പോയിട്ടുണ്ടാകും. ചില സമയങ്ങളിലൊക്കെ എനിക്ക് ഞാൻ പറയത്തില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ജോലി കള്ളത്തരം കാണിക്കും കൂട്ട് നിൽക്കത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്. ഹല്ലേലൂയ. കാരണം വെച്ചാൽ നമുക്കങ്ങനെ ചെയ്ത് കള്ളത്തരം കാണിച്ച് അവരോട് സഹായിച്ച് നിന്ന് അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ വാങ്ങാൻ പറ്റത്തില്ല. കാരണം അത് ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായതുകൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അതിന് നല്ല ഉറപ്പും ധൈര്യവും വേണം. അതിലേക്ക് പോകുമ്പോൾ നല്ല ചില കോൺസിക്വൻസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്, അതൊക്കെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം വേണം. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടായി, നമ്മൾ നമ്മളിപ്പോ ഒരു തർക്കമുണ്ടായി, സാധാരണ ആൾക്കാരെ തർക്കം തീർക്കുന്ന പോലെ ഹല്ലേലൂയ നമ്മൾ അതിനു വേണ്ടി പോകുന്നില്ല. കാരണം വെച്ചാൽ അതെന്താ വചനത്തിൽ അത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കണ ചുറപ്പും ധൈര്യമൊക്കെ വേണ്ടേ? വേണം. ഒരാളെ നമ്മളെ കുറച്ച് പറ്റിച്ചോണ്ട് പോയി നിരുന്നോട്ടെ, ഞാൻ അതിന്റെ പിന്നാലെ ഇനി പോകുന്നില്ല. ഹല്ലേലൂയ. കാരണം അത് പോകട്ടെ എന്ന് പറഞ്ഞ് നിൽക്കണം. ഇതൊക്കെ വചനത്തിന്റെ അടിസ്ഥാനത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, നമ്മൾ ഒരാൾ വഴക്ക് പറഞ്ഞാൽ തിരിച്ച് വഴക്ക് പറയാതിരിക്കണമെങ്കിൽ ഹല്ലേലൂയ അതിനും വേണം ഉറപ്പും ധൈര്യമൊക്കെ. ഇങ്ങനെ പല കാര്യങ്ങളും. ഇന്നലെ ഞാൻ പറയാം, ഇന്നലെ രാവിലെ ചർച്ചിൽ പോകാനായിട്ട് അങ്ങ് ഇറങ്ങിയപ്പോൾ പോലെ എന്റെ മുമ്പിലേക്ക് ഹല്ലേലൂയ പിശാച് ഇങ്ങനെ ഓരോന്ന് കൊണ്ട്, പക്ഷെ ഞാൻ പരാജയപ്പെട്ടു പോയി. ഞാൻ അവിടെ പോയി നിന്നിട്ട്, കാരണം ഞാൻ ഇവിടെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുമ്പോൾ കാറും കൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് മെയിൻ റോഡിലിട്ട് കയറുന്ന ആ റോഡിന്റെ നടുക്ക് ഒരാൾ ഒരു 2 വീലറും കൊണ്ട് വെച്ചിട്ട് നിൽപ്പുണ്ട്. അപ്പൊ ഞാൻ അടിച്ചത് കുറെ ഫോൺ അടിച്ചു, ഇയാളൊട്ടും മാറുന്നില്ല. ഇയാൾ ആദ്യം ഫോൺ വെച്ചിട്ടുണ്ട്, അതിപ്പോ ഇയാൾ എന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്, മാറ്റത്തില്ലെന്നുള്ള സ്റ്റൈലാണ്. ഞാൻ പിന്നെ സൈഡിൽ കൂടെ ആ വണ്ടി എടുത്ത് കാലില് അപ്പുറത്തെ റിവേഴ്സ് എടുത്തിട്ട് അതിന്റെ സൈഡിൽ കൂടെ പഴയുള്ളിടത്തോടെ എടുത്ത് ഇപ്പുറത്തുനിന്ന് വന്നിട്ടെന്നാ എനിക്ക് മിണ്ടാതെ പോകും. അപ്പൊ എന്റെ സ്വഭാവത്തിന് ഞാൻ മിണ്ടാതെ ഞാനപ്പോ പയ്യ ഗ്ലാസ് റോഡ് സ്ത്രീധനം കിട്ടിയതൊന്നും അല്ലല്ലോ, അതുപോലെ നിൽക്കുന്ന കണ്ടില്ലെന്ന് പറഞ്ഞു കഴിയുമ്പോ എന്റെ ഉള്ളിൽ ദൈവം പരിശുദ്ധാത്മയുടെ അപ്പോഴത്തേ എനിക്ക് ആകപ്പാട് ഭയങ്കര സങ്കടമായി. അല്ലല്ലേ? അത് അപ്പം
അൻമോള് വണ്ടി എന്തോ പറഞ്ഞു, അപ്പൊ അവളെയും വഴക്ക് പറഞ്ഞു. അങ്ങനെ ചെന്ന് അവിടെ കർത്താവിന്റെ മേശ ഉണ്ടെന്ന് പോലും അറിയത്തില്ല ഇന്നലെ ദിവസം. ഹാലേലൂയ. അവിടെ ചെന്നപ്പോൾ ഹാലേലൂയ അമ്മ ഇത് കണ്ടപ്പോ എനിക്കാണെങ്കിൽ ഒന്ന് എന്റെ ഉള്ളിൽ ഇത് കടന്നിട്ട് എന്നെ ഇങ്ങനെ ഹാലേതാക്കുക. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ എഴുന്നേറ്റില്ല. ഞാൻ ഇരുന്ന് പിന്നെ ക്ഷമയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ നിന്നിട്ട് ആദ്യം ചെന്ന പോലെ എനിക്ക് ഭയങ്കര ചെന്ന് നമ്മളെ പരിശുദ്ധാത്മ ഇടപെടാൻ തുടങ്ങിയതുകൊണ്ട് ആമേ ഹാലേലൂയ കരഞ്ഞൊക്കെ പ്രാർത്ഥിച്ച് ഹാലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് ചില കാര്യങ്ങൾ വന്ന് നിൽക്കുമ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഇത്രയും നാൾ എന്റെ വിചാരമൊക്കെ ഹാലേലൂയ ഞാൻ ഇതുപോലെ സാഹചര്യങ്ങളൊക്കെ വന്ന അതിനെയൊക്കെ ജയിച്ചു പോകുന്നു. പക്ഷെ ദൈവം എനിക്ക് ഇന്നലെ മനസ്സിലാക്കി തന്ന് നീ അത് ജയിക്കാൻ വേണ്ടിയിട്ട് നേടിയിട്ടില്ല, ശക്തി പ്രാപിച്ചിട്ടില്ല. അതായത് നമ്മുടെ പരാജയങ്ങൾ ഹാലേലൂയ എപ്പോഴും എങ്ങനെയായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നത്, ആ പരാജയത്തിലേക്ക് നമ്മളെ നടത്തും. ഞാൻ ദൈവത്തോട് പണ്ടൊക്കെ കർത്താവേ ഇത് ജയിക്കത്തില്ലെന്ന് നിനക്ക് അറിയാമെന്നില്ല, പിന്നെ എന്തിനാ ഈ പരീക്ഷ എന്റെ മുമ്പിലേക്ക് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഈയിടയ്ക്ക് എന്നോട് നമ്മൾ വചനത്തിൽ ഒരു മെസ്സേജ് പറഞ്ഞ ദൈവാത്മ ഇടപെട്ട കാര്യം എന്ന് വെച്ചാൽ ആ പരാജയത്തിലൂടെ നമ്മളെ കടത്തിവിടുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെ തന്നെ ദൈവം ബോധ്യപ്പെടുത്തുകയാണ്, നീ ഇത് ജയിക്കാനുള്ള ആത്മശക്തി നേടിയിട്ടില്ല. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ആമേഹാല സങ്കടപ്പെട്ട് മാറിയിരിക്കാനല്ല ദൈവം പറയുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ എനിക്കിതിനെ ജയിക്കണം, അതുകൊണ്ട് ഇനിയും എനിക്ക് ശക്തി വേണം, എനിക്ക് കൃപ വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു മുന്നേറാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ചില ടെസ്റ്റിലൊക്കെ നമ്മൾ പരാജയപ്പെടുമ്പോൾ പരാജയമാണ് ദൈവം നമുക്ക് മനസ്സിലാക്കി ദൈവം തരുന്നതിന്റെ കാര്യം. ദൈവത്തിന് പണ്ടേ അറിയാം നമ്മൾ പരാജയപ്പെടും. നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് ഹല്ലേലൂയ പറയാൻ കാരണം എന്ന് വെച്ചാൽ വിശ്വാസത്തിന്റെ പരിശോധന വരുമ്പോഴാണ് അയ്യോ നമ്മുടെ വിശ്വാസം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല ദൈവത്തിന് നമ്മളെ പരിശോധിച്ചിട്ട് അത് ഹല്ലേലൂയ നമുക്ക് ഇത്ര വിശ്വാസം ഉണ്ടെന്ന് തിരിച്ചറിയേണ്ട കാര്യം ദൈവത്തിന് അറിയാം നമ്മുടെ വിശ്വാസത്തിന് അളവ് എത്രയാണ്. ഹല്ലേലൂയ. അതുപോലെ സാഹചര്യത്തിലൊക്കെ അപ്പൊ ഇവിടെ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് പാലിക്കണമെങ്കിൽ, ദൈവത്തിന്റെ വചനം നമ്മൾ പാലിക്കണമെങ്കിൽ നമ്മൾ ഉറപ്പും ധൈര്യവും ഉള്ളവർ ആയിരിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം പലതിനെയും നോക്കി നോ പറയണമെങ്കിൽ പലതും നമുക്ക് പറ്റത്തില്ല, ഇത് ഞങ്ങൾ ചെയ്യത്തില്ല, അല്ലെ ഇങ്ങനെ ഞാൻ പോകത്തില്ല, ഇത് ഞാൻ സ്വീകരിക്കത്തില്ല, ഇതൊക്കെ പറയണമെങ്കിൽ നല്ല ഉറപ്പും ധൈര്യം വേണം. അല്ലെ നല്ലൊരു ജോലി ഓഫർ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ ജോലി ഹാലേലൂയ അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രൊപ്പോസൽ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഹാലേലൂയ ഇത് ദൈവഹിതം അല്ലെങ്കിൽ ഹാലേലൂയ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയാനായിട്ട് ഉറപ്പും ധൈര്യം വേണം. ഹല്ലേലൂയ. അപ്പൊ ഇത് നമ്മളിൽ ഉണ്ടായിരിക്കണം. ഒന്ന് അടുത്ത പറഞ്ഞത് ചെല്ലുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കണം, അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറും. അപ്പൊ നമ്മൾ ചെല്ലുന്നിടത്തൊക്കെയും നമ്മൾ ശുഭമായിരിക്കണമെങ്കിൽ ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഇവിടെ ഇപ്പൊ തൽക്കാലം കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ അങ്ങോട്ട് ചെയ്തേക്കാം, അല്ലെ ഇത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, ഇന്നത്തെ ട്രെൻഡ് അതല്ലേ. അല്ലേ അപ്പം എല്ലായിടത്തും കോംപ്രമൈസ് മെന്റാലിറ്റിയാ. പക്ഷെ ദൈവം പറഞ്ഞേക്കുന്ന മോനെ കോംപ്രമൈസ് മെന്റാലിറ്റി കൊണ്ട് അതൊന്നും നടക്കത്തില്ല, ഇത് വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഹല്ലേലൂയ. അടുത്ത പറയുന്നത് ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ നിന്റെ വാൾ നീങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ വായിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടുന്നത് ദൈവത്തിന്റെ വചനം, അത് നീങ്ങിപ്പോകരുത്. അടുത്ത പറയുന്നത് അതിൽ എഴുതിയിരിക്കുന്നത് പോലൊക്കെയും പ്രമാണിച്ച് നടക്കണ്, നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടേയിരിക്കണം. അപ്പം ഇത് പ്രമാണിച്ച് നടക്കണമെങ്കിൽ, ഇത് വായിൽ നിന്ന് നീങ്ങി പോകാതിരിക്കണമെങ്കിൽ, പോകുന്നിടത്തൊക്കെ ശുഭമായി ഇരിക്കണമെങ്കിൽ, നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണമെങ്കിൽ രാവും പകലും ഇത് ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഉള്ളിൽ രാത്രിയും പകലും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യേണ്ടുന്നത് ദൈവത്തിന്റെ വചനമായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ രാവും പകലും ഇത് വായിച്ചു കൊണ്ടിരിക്കണമെന്നല്ല പറഞ്ഞത്. നീ വായിച്ചത്, നീ ഹൃദയത്തിൽ സംഗ്രഹിച്ചത് നിന്റെ വായിൽ നിന്ന് നീങ്ങി പോകാതിരിക്കേണ്ടതിന് രാവും പകലും ഇത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ദൈവത്തിന്റെ വചനം ഉണ്ടായിരിക്കണം. ഈ വചനമായിരിക്കണം ഇങ്ങനെ ഓരോ സമയത്തും സാഹിത്യം പൊങ്ങി വരേണ്ടുന്നത്. അപ്പൊ രാവും പകലും നമ്മൾ ധ്യാനിച്ചുകൊണ്ട് എന്നിട്ട് എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. ഇത്രയൊക്കെ നീ ചെയ്താൽ നീ ചെയ്യുന്നതെല്ലാം സാധിക്കും. നീ പോകുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കും, ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ഇത് നമ്മൾ ചെയ്യാതെ നമുക്ക് പ്രോമിസ് ദൈവം തന്നിട്ടുണ്ട്,
ജോഷുവയുടെ പറഞ്ഞതുപോലെ നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും, നീ ചെല്ലുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കും, ഇതൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇതിന്റെ സീക്രട്ട് എന്താണെന്ന് നമ്മൾ സമയം കണ്ടെത്തി അത് ചെയ്യുന്നില്ല. പലപ്പോഴും നമ്മൾ പരാജയമായി പോകുന്നതിന്റെ കാര്യം ദൈവത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ മേൽ പ്രോമിസ് ഇല്ലാഞ്ഞിട്ടല്ല, നമ്മളെ അന്ധകാര ശക്തി ഭയപ്പെടാഞ്ഞിട്ടല്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ പരാജയമായി മാറുന്നത്. ഞാൻ പറയാം, ദൈവത്തിന്റെ വചനം എപ്പോഴും വായിക്കാൻ നമ്മൾ പഠിക്കുമ്പോഴാണ് ദൈവം ഒരിടത്ത് പോലും ആമേ ഒരു വ്യക്തതയില്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രമാണിക്കേണ്ടത് പലതും നമ്മൾ പ്രമാണിക്കാതിരിക്കുന്നത് കൊണ്ടും നമ്മൾ ചെയ്യേണ്ട പലതും നമ്മൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതം പരാജയത്തിലേക്ക് പോകുന്നത്. ഹല്ലേലൂയ. ആമേ. അവിടെ പറയുന്നത്, നീ കൃതാർത്ഥനായിരിക്കും, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ടും ഉറപ്പും ധൈര്യമുള്ളവരൊക്കെ ഭയപ്പെടൽ ഭ്രമിക്കരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവം നമ്മളോട് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് ആത്മാവായി ദൈവം, സർവശക്തനായ ദൈവം ആത്മാവായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ഈ ദൈവം നമ്മുടെ കൂടെയുള്ള നമുക്ക് ഉറപ്പും ധൈര്യം ഉള്ളവരാണ്. പക്ഷേങ്കില് നമ്മൾ പോകുന്നിടത്തൊക്കെയും നമ്മൾ ശുഭമായിരിക്കണമെങ്കിൽ, നമ്മൾ ചെയ്യുന്നതൊക്കെയും സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ വിചാരം ദൈവത്തിന്റെ ആത്മാവ് കൂടെ ഉള്ളതുകൊണ്ട് ബാക്കിയെല്ലാം ആത്മാവ് അങ്ങ് ചെയ്തോളും, നമ്മൾ ചുമ്മാ അങ്ങ് നടന്നാൽ മതി. അല്ല, നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ഇപ്പൊ നമ്മൾ ശുശ്രൂഷയ്ക്ക് പോവുകയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യാനുള്ളതൊക്കെ ചെയ്തോളും, നമ്മൾ ചെന്ന് നിന്നു. പക്ഷെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ജയമായി നടക്കണമെങ്കിൽ, നമ്മൾ പോകുന്നിടത്തൊക്കെ ശുഭമായി ഇരിക്കണമെങ്കിൽ, നമ്മൾ ചെയ്യുന്നതൊക്കെ സാധിക്കണമെങ്കിൽ ദൈവത്തിന്റെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി നമ്മൾ ചെയ്തിരിക്കണം. ഹല്ലേലൂയ. അപ്പം ഒരു കാര്യം ഇതൊക്കെ ആയിരിക്കും, പക്ഷെ അതിന്റെ സീക്രട്ട് എന്താണെന്ന് ഇതാണ്. ആ സീക്രട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലായിടത്തും സക്സസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതം എവിടെയൊക്കെയോ, ഞാൻ ഇന്നലെ ഈ വചനം എന്നോട് ഇങ്ങനെ ഇടപെട്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച്, ശരിക്കും പറഞ്ഞ അതെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാവും പകലും വചനം മെഡിറ്റേറ്റ് ചെയ്യുന്നില്ല, ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നില്ല ചില സ്ഥലങ്ങളിലൊക്കെ എന്നൊക്കെ നമ്മൾ മനസ്സിലായി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് ഒരു പരാജയം നമുക്ക് സംഭവിക്കുന്നത്, എവിടെയൊക്കെയാണോ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ജയത്തോടെ പോകാൻ പറ്റാത്ത അവിടെയൊക്കെ നമുക്ക് നമ്മളിൽ തന്നെ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ, ദൈവം മാറാൻ പറയണ്ട, നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്നവര് മാറാൻ പറയണ്ട, നമ്മുടെ മക്കൾ മാറാൻ പറയണ്ട, അപ്പനും അമ്മയും മാറാൻ പറയണ്ട, ആരും മാറാൻ പറയണ്ട, നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിയാൽ, നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് ഒരു ക്രമീകരണം വേണ്ട അതൊന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെയാവും. നമ്മുടെ പ്രശ്നം അവര് നന്നാകട്ടെ, ഇവര് നന്നാകട്ടെ, അവരുടെ കുറ്റം ഇവരുടെ കുറ്റം എന്ന് പറഞ്ഞില്ല. പക്ഷെ നമ്മൾ നമ്മളിലേക്ക് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അത് നമ്മൾ ചെയ്താൽ മതി. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഹല്ലേലൂയ, നമ്മൾ ഞാൻ പറയത്തില്ല, നമ്മുടെ കണ്ണടയില് ഹല്ലേലൂയ, ഇപ്പം കുറച്ച് അഴുക്ക് പിടിച്ചിരുന്നിട്ട് നമ്മൾ നോക്കി കാണുന്നത് അയ്യോ അതെല്ലാം അഴുക്കായിരിക്കുന്നു പറയുന്നത് പോലെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ കണ്ണങ്ങ് വൃത്തിയാക്കി കഴിഞ്ഞാല് ബാക്കിയാൽ നന്നായി കണ്ടോളും. അപ്പൊ നമ്മളിൽ തന്നെ ശുദ്ധീകരണം വരുത്തുക, നമ്മളിൽ തന്നെ ഹല്ലേലൂയ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വചനം അത് വായിക്കാനുള്ളതല്ല, അത് ഹല്ലേലൂയ കേൾക്കാനുള്ളതല്ല, അത് പ്രമാണിക്കാനുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ എപ്പോഴും അത് പ്രമാണിക്കണമെങ്കിൽ രാത്രിയും പകലും നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന്റെ വചനം വചനത്തിന് സ്ഥാനമുള്ള വചനം മെഡിറ്റേറ്റ്, വചനം പ്രമാണിക്കണം. ഇവിടെ നമ്മുടെ സാറാമ്മ സിസ്റ്റർക്ക് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ആരെങ്കിലും സാറാമ്മ സിസ്റ്റർ വചനത്തിൽ ഭയങ്കര നൈപുണ്യമുള്ള ആളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം വചനത്തെ കുറിച്ച് നല്ല അറിവുണ്ട്. വചനം എപ്പോഴും എവിടെയാണ് റെഫറൻസ്, വചനം എപ്പോഴും വായിക്കുകയും അത് കേൾക്കുകയും അത് പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. അത് നമ്മൾ ചെയ്യും തോറും ഹല്ലേലൂയ ആ വചനം നമ്മുടെ ജീവിതത്തിൽ കയറി ഇടപെട്ടുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ അത് നടക്കത്തില്ല. കാരണം വെച്ചാൽ ആര് പറയും? കൂടെ പ്രാർത്ഥിക്കുന്നവർ പറയണ്ട, മറ്റുള്ളവർ പറയണ്ട, ഈ വചനം പറയും. ഈ വചനം നമ്മളെ ഗൈഡ് ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഭയം വരും. നമുക്ക് ഭയം തോന്നിക്കഴിഞ്ഞാൽ ദൈവം പെട്ടെന്ന് വചനം എന്തു പറയുന്നറിയാ? ഭയപ്പെടേണ്ടെന്ന് പറയും. കാരണം എന്താ വെച്ചാ ദൈവം നമ്മളോട് പറഞ്ഞ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പൊ ദൈവം കൂടെ നമ്മൾ ഭയം ഉണ്ടാകും നമുക്ക്.
ഉണ്ടാകത്തില്ല. അപ്പൊ ഓരോ സമയത്തും ഓരോ വചനവും വചനമൊക്കെ നമ്മളെ ഒത്തിരി ആശ്വസിപ്പിക്കാറുണ്ട് പലപ്പോഴും. ഹല്ലേലൂയ. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ കംഫർട്ട്, അപ്പൊ ഒരു മനുഷ്യനെ നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നതിനെക്കാട്ടി കൂടുതൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ നമുക്ക് ആശ്വാസമാകും, നമുക്ക് ജയമാകും. നമ്മൾ സക്സസ്ഫുള്ളി മുൻപോട്ട് പോകാനായിട്ട് എല്ലായിടത്തും ജയത്തോടുകൂടി നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആരും നമുക്കെതിരെ നിൽക്കരുതെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരിക്കലും ആകരുതെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റു ഒരു സീക്രട്ടും ഇല്ല. ദൈവത്തിന് വചനം രാവും പകലും നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. അത് വിട്ട് നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതിരുന്നാൽ മതി. ഒരു മനുഷ്യനാകട്ടെ, ഒരു അന്ധകാര മണ്ഡലമാകട്ടെ, മറ്റു ഒന്നും നമ്മുടെ മുമ്പിൽ നേരെ നിൽക്കുകയില്ല. ഹല്ലേലൂയ. നമ്മളെപ്പോഴും ജയത്തോടു കൂടി നടക്കാൻ തന്നെ കഴിയും. അതിനുവേണ്ടി മറ്റൊന്നുമല്ല, വചനം കയ്യിലെടുക്കണം. ഈ ദിവസങ്ങളിൽ ധ്യാനിക്കണം. അത് രാവും പകലും നമ്മുടെ ഉള്ളിൽ ബൈബിൾ എടുത്ത് വായിക്കുന്ന കാര്യം, വായിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പറയാം, നമ്മുടെ ഉള്ളത്തിൽ നിന്ന്, അകത്ത് ഹൃദയത്തിൽ നിന്ന് വചനം ഇങ്ങനെ രാവും പകലും പൊങ്ങി വരണം. അത് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.